സോഷ്യൽ മീഡിയ താരവും കണ്ടന്റ് ക്രിയേറ്ററുമായ രേണു സുധി തന്റെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ അടുത്തിടെ പങ്കുവച്ചിരുന്നു. രണ്ടാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം 5 ദിവസം ഐസിയു ചികിത്സയിൽ കഴിയേണ്ടി വന്നതിനെക്കുറിച്ചും ചികിത്സാ ചെലവുകൾ സംബന്ധിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചും അവർ മറുപടി നൽകി. രണ്ടാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം ശാരീരികമായ വലിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 5 ദിവസത്തോളം രേണു ഐസിയുവിൽ ചികിത്സയിലായിരുന്നു. ആദ്യത്തെ കീമോയേക്കാൾ കഠിനമായ അവസ്ഥയായിരുന്നു ഇത്തവണയെന്ന് അവർ വ്യക്തമാക്കുന്നു. രേണുവിന് ക്യാൻസർ ഇല്ലെന്നും മരുന്നുകളുടെ ബില്ലുകൾ വ്യാജമാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജീവൻ രക്ഷാ മരുന്നുകളുടെ കൃത്യമായ ബില്ലുകൾ ഫാർമസി നമ്പറുകൾ സഹിതം രേണുവിന്റെ സഹോദരി പുറത്തുവിട്ടിട്ടുണ്ട്. അസുഖത്തെക്കുറിച്ചോ ചികിത്സാ ചെലവുകളെക്കുറിച്ചോ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അവർ അഭ്യർത്ഥിച്ചു. വരുമാനമാർഗം ചികിത്സയ്ക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും തന്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനത്തെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്ന് രേണു വ്യക്തമാക്കി. താൻ വീണ്ടും തിരിച്ചുവരുമെന്നും തന്നെ സ്നേഹിക്കുന്നവർ കൂടെയുണ്ടാകുമെന്നും അവർ വികാരനിർഭരമായി പറഞ്ഞു. രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ടെന്നും ദയവായി ഇത്തരം പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് രേണുവും കുടുംബവും അഭ്യർത്ഥിക്കുന്നത്.